കൊച്ചി വൈറ്റിലയിൽ റെയിൽവേ ട്രാക്കിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതി കോട്ടയം സ്വദേശിനിയെന്ന സംശയം. മൃതദേഹത്തിന് അരികിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോണിലെ സിം കാർഡ് കോട്ടയം സ്വദേശി സുധാ ബേബിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വൈറ്റില റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്താണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മറ്റൊരിടത്ത് കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം ട്രാക്കിൽ വെച്ചതാണെന്നാണ് സംശയം. വിവരങ്ങളുമായി വിനയ രാജായിരുന്നു. വിനയ, കോട്ടയം സ്വദേശിനിയുടേതാണ് മൃതദേഹം എന്നൊരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മൃതദേഹത്തിന് സമീപത്ത് നിന്നും ഒരു മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിലാണ് ഈ സിം ഒരു കോട്ടയം സ്വദേശിയായിട്ടുള്ള യുവതിയുടേതാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. കോട്ടയം സ്വദേശിയായിട്ടുള്ള സുധാ ബേബിയുടെ പേരിലാണ് ഈ സിം എന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 3 മണിയോട് കൂടിയാണ് അമൃത എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റ് ഈ ഒരു മൃതദേഹം കാണുന്നതും പിന്നീട് അന്വേഷണ സംഘത്തെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു ആത്മഹത്യ അതായിരുന്നു കരുതിയതെങ്കിൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാകാം എന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ അന്വേഷണ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ ഈ യുവതിയുടെ മുഖത്തും മറ്റും മുറിവുകൾ ഉണ്ടായ ഒരു പാടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ യുവതിയുടെ മൃതദേഹം കടത്തിയ പാളം, ആ പാളത്തിലൂടെ ട്രെയിൻ പോകാത്ത പാളത്തിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്ത് കൊലപാതകം നടത്തിയതിനു ശേഷം ഈ ട്രാക്കിലേക്ക് കൊണ്ടുവന്നിട്ടതാകാമെന്നാണ് പോലീസ് നിലവിൽ കരുതുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏകദേശം 35 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മൃതദേഹത്തിൽ യുവതി ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് കൊച്ചിയിലെ തന്നെ ഒരു പ്രമുഖ ടെക്സ്റ്റൈൽസിന്റെ യൂണിഫോമാണ് ഈ ഒരു യുവതി ധരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ സ്ഥലത്താണെങ്കിലും ഈ വൈറ്റ്ലയിലാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. വൈറ്റ്ല റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിലാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സ്ഥലത്തും മറ്റും ഈ ആളുകളുടെ രാത്രി സമയങ്ങളിലെല്ലാം തന്നെ ഈ ആളുകൾ ഉണ്ടാകുന്നതടക്കം തന്നെ നിത്യസംഭവമാണെന്ന് നാട്ടുകാരടക്കം തന്നെ പരാതിപ്പെടുന്നൊരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അപ്പോഴെങ്ങനെയാണ് ഈ ഒരു യുവതി അല്ലെങ്കിൽ യുവതിയെ കൊലപ്പെടുത്തി ട്രാക്കിലേക്ക് കൊണ്ടുവന്നിട്ടതാണോ എന്ന് തുടങ്ങിയ കാര്യങ്ങളിലടക്കം തന്നെ ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം എന്ന് പറയുന്നത്. ഇനി നിലവിൽ ഈ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളിലും പരിശോധനയും മറ്റും നടന്നു വരികയാണ്. അല്പസമയത്തിനകം തന്നെ യുവതിയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. പിന്നീട് പോസ്റ്റ്മോർട്ടം മറ്റു നടപടികൾ നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും യഥാർത്ഥ മരണകാരണം എന്താണ് എന്നതിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഒരുപക്ഷെ ഈ സിം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒരുപക്ഷെ ഈ യുവതി മരണപ്പെട്ട യുവതിയും കോട്ടയം സ്വദേശി തന്നെയാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒരുപക്ഷെ കോട്ടയം സ്വദേശിയായിട്ടുള്ള ആ യുവതിയുടെ ഉടമയായിട്ടുള്ള ആൾ തന്നെയാണോ മരണപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങളും അന്വേഷിച്ച് വരേണ്ടതുണ്ട്. അതെല്ലാം തന്നെ അന്വേഷിക്കുകയാണ് പോലീസ്. നിലവിൽ ഇപ്പോഴും സ്ഥലത്ത് പരിശോധനയും മറ്റും തുടരുകയാണ്. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരടക്കം തന്നെ സ്ഥലത്ത് ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ശരി, വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.